ആരാ രത്നമ്മ? ഞാനാ. വേറെ കത്തുണ്ട്. പ്രിയപ്പെട്ട രത്നയ്ക്ക്, എഴുതാൻ വൈകൽ ക്ഷമിക്കണം. ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത്. ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചാക്കുണ്ണിയേട്ടനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. ആരുടെ എഴുത്താണ്? സേതുവിന്റെയാണ്. പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അവൻ സ്നേഹമുള്ളവനാണ് കേട്ടാ. കർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്യരെ സ്നേഹിച്ച അന്യര് നമ്മളെ സ്നേഹിക്കും. മതി മതി. തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ലീവ് കിട്ടിയാൽ ഉടനെ ഞാനവിടെ എത്തും. കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു. മേൽവിലാസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതെ, ചിലപ്പോഴേ താമസിക്കാൻ ഇടം കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. ഏതായാലും പച്ച പിടിച്ചല്ല, ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം. എന്റെ ഈശോയെ, എപ്പ തുണി തൊട്ടാലും അപ്പ തുടങ്ങും മഴ. என்ன முருகேஷா சௌக்கியமா? சௌக்கியங்க. என்ன இது வரைக்கும் ட்ரிப் ஒன்றும் போலையா? ஒரு ட்ரிப் போயிட்டுதுங்க, கொஞ்சம் ஸ்பீடு பண்ணிங்க. சரிங்க. வணக்கம் சார். வணக்கம். ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആൽബർട്ട്, നമ്മുടെ ജീവൻ ബ്ലോക്കിലെ നോർത്ത് സൈഡ് ഫെൻസിംഗ് മുഴുവൻ വീണെടുക്കാൻ അതൊന്ന് റിപ്പയർ ചെയ്യാൻ പറയണമല്ലോ. സർ, ഞാൻ അവിടെ പോയിരുന്നു. നമ്മുടെ ലേബേഴ്സിനോട്ട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു. എനിവേ യു കം വിത്ത് മീ. സർ, ഞാൻ ആ പ്ലാനറ്റ് കാർത്തിയന്റെ വീട് വരെ ഒന്ന് പോവാണ്. നാളെ മോർണിംഗ് ആൽബർട്ട് ബംഗ്ലാവിൽ നിന്ന് വരും. ബാങ്കിൽ മറ്റും പോകേണ്ട ആവശ്യമുണ്ട്. സർ. ആ മാനേജർ ലീവ് കഴിഞ്ഞ് എന്ന് വരുമോ? സമയായി, വേഗം പോ. நம்ம முதலாளி கூட கார்ல இருந்த அந்த பெண்குட்டி யாரு? தெரியாதா சார்? நம்ம முதலாளி அம்மாவோட அண்ணன் பரதம் மேனோன் சார் பொண்ணு. கொஞ்ச நாளா இங்கதான் தங்கி இருக்கு. என்ன விஷயம் சார்? ഒന്നുമില്ല. കൃഷ്ണനുണ്ണി ഹിയർ. ആഹാ, ഇതെപ്പോ വന്നു? ബംഗ്ലാവിൽ നിന്നാണോ? ആ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. കറുപ്പയ്യ, ஐயா, ഡ്രൈവറെ വിട്ട് വണ്ടി എടുക്ക ചൊല്ലു. அவர் വർക്ക്ഷോപ്പിക്ക് പോയിരിക്കാർ. ജീപ്പിക്ക് ഏതോ റിപ്പയർ ആണ്. എനിക്ക് അത്യാവശ്യം ബംഗ്ലാവിൽ നിന്ന് പോകണമായിരുന്നു. എന്താ സാർ? വണ്ടി ഒന്ന് എടുക്കണമായിരുന്നു. ഡ്രൈവർ പുറത്തു പോയിരിക്കാം. ഞാൻ കൊണ്ടാക്കാം. അത് ആൽബർട്ടിന്. ഓ, ഇറ്റ്സ് എ പ്ലഷർ. പ്ലീസ്. ദെൻ ഓക്കേ. പ്ലീസ് ഡാഡി, ഇനി എന്നെ കുറിച്ച് പറയേണ്ട. ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളൂ. എത്ര കാലമെന്ന് കരുതിയ ഇനിയെങ്കിലും ഡാഡി പറയുന്ന ഒന്ന് കേക്ക്. യേസ് എന്നൊരു ആൻസർ മതി എനിക്ക്. ഐ എം പ്രിപ്പയർഡ് ടു ഡു എവറിത്തിങ്. മാരേജ് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നിനക്ക് അവന്റെ കൂടെ ജർമ്മനിക്ക് പോവാം. പിന്നെ നിന്റെ മൂടൊക്കെ മാറിക്കോളും. എന്താ? ദയവേത് ഇനി എന്നെ നിർബന്ധിക്കരുത്. കഴിയുമെങ്കിൽ ഡാഡി എന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം. ഡാഡിയുടെ പ്രസൻസാ കഴിഞ്ഞതെല്ലാം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മോളെ, ഞാൻ മായ എന്തു പറഞ്ഞു? അവക്ക് എന്നെ കാണുന്നതാ ഏറ്റവും പ്രയാസമെന്ന്. ഞാൻ എന്താ ചെയ്യുക? സാരമില്ലടോ, താനൊന്ന് വെയിറ്റ് ചെയ്യേ, എല്ലാം ശരിയാവും. ആ, ഞാൻ ഉടൻ തന്നെ ഇറങ്ങാ. ടാക്സി വിടണ്ടായിരുന്നു. അത് കൊള്ളാം. ഉടൻ തന്നെ പോകാനോ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. വേണ്ട, എന്റെ പ്രസൻസ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ഇനി ഞാനായിട്ട് ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ,
എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, വന്നു. താൻ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത, ഇപ്പൊ പോയാ വന്ന ട്രെയിനിൽ തന്നെ മടങ്ങാം. ആ ആൽബർട്ടെ, ആൽബർട്ട്, ഡു മീ എ ഫേവർ. ഇദ്ദേഹത്തെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കണം. അതെന്താ സർ? ആൽബർട്ട് നമ്മുടെ സൂപ്പർവൈസറാ. എത്ര കാലമായി ജോയിൻ ചെയ്തിട്ട്? അധികകാലമായില്ല സർ. ഞാൻ നിങ്ങളെ എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ. എവിടെയാ വീട്? ദൂരെയാ, നെന്മാറെന്ന് പറയും. டபுள் ஸ்ட்ராங்கா ஒரு டீ போடுப்பா. இங்க கோல்டன் வேலி டீ எஸ்டேட் எங்க இருக்கு? ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോണം. அங்க நென்மாரா? நென்மாரால இருந்து வந்த ஆல்பர்ட்ன்ற பேர்ல யாராவது இருக்கானா? ആൽബർട്ട്? എന്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. ഇനി പുതുതായിട്ട് വന്ന ആളാണോ? ஆமா, புதுசா வந்தவன். 5 லிட்டர் போடுப்பா. சரி. ஒரு போன் பண்ணணும். ചെയ്തോളൂ. ஹலோ, நான் சலீம் பேசுறேன் சார். அந்த சூப்பர்வைசர் ஆல்பர்ட் இங்கதான் இருக்கான். ஆமா சார், நேரடியா டீசல் போட்டாச்சா? அப்படின்னா ஆயில் கொஞ்சம் செக் பண்ணு. சரி. நேரடியா கொலை பண்றதா இருந்தா இன்னைக்கே முடிச்சிட்டு நான் வந்துருவேன். ஆனா ஆக்சிடென்ட் மாதிரி இருக்கணுமே. ஆமா சார், நான் மேக்ஸிமம் ட்ரை பண்றேன். கூடிய சீக்கிரம் முடிச்சிட்டு வந்துடுறேன். ഓക്കെ സാർ, അപ്പുറമാ കൂപ്പിടുறேன். ലോൺ അയച്ചു കഴിഞ്ഞു, നാളെ അവിടെ കിട്ടും. യാ, ഡോണ്ട് വറി. ബൈ. എന്താ സാർ വിളിച്ചത്? ആൽബർട്ട്, കുറച്ച് ക്യാഷ് ഉണ്ട് ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ ക്യാഷിനോട് പറഞ്ഞിട്ടുണ്ട്, വാങ്ങിച്ചോളൂ.